ചേട്ടാ മമ്മൂക്കയുടെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കാരണം കുറെ വർഷങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ട് മമ്മൂക്കയുടെ കൂടെ ആദ്യമായിട്ടല്ല നമ്മളിൽ അഭിനയിക്കുന്നത്. അപ്പൊ അതെങ്ങനെയായിരുന്നു മമ്മൂക്കയുടെ കൂടെ? കുറെ ദിവസം ഒരുമിച്ചിട്ടുണ്ടായിരുന്നില്ലേ? 30 ദിവസം ഫുൾ ഡേ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? നമുക്കാണ് ഒരു അതിനാ നമ്മളെയൊക്കെ അംഗീകരിച്ചു. അവരുടെ ആദ്യത്തെ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷനാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതേപോലെ ലിജോ, അതും സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകരിൽ ഒരാളാണല്ലോ ലിജോ സാർ. അദ്ദേഹത്തിൻ്റെ പടത്തിൽ ചെയ്യാൻ പറ്റി. അതിൽ ഞാൻ എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നലെ വരെ എന്ന് പറഞ്ഞാൽ ജിസ് ജോയ് സാറുടെ ഒരു പടം ഉണ്ടായിരുന്നു. അതിൽ രതീഷ് മൈക്കിൾ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് ലിജോ സാറിൻ്റെ കൂടെ. അങ്ങനെ രതീഷ് സാറാണ് എന്നെ ലിജോ സാറിൻ്റെ പടത്തിലേക്ക് എത്തിച്ചത്. പിന്നെ മമ്മൂക്കയുടെ ആദ്യമായിട്ട് കണ്ട് ഫസ്റ്റിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ നമുക്കൊരു പ്രത്യേക പക്ഷെ അടുത്ത് പെരുമാറി കഴിഞ്ഞപ്പം ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ആളാണ്. നല്ല പരിഗണന തന്നു, നമ്മളോട് സ്നേഹമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടു, ഡൊമിനിക്കിൻ്റെ ലൊക്കേഷനിൽ വെച്ച് കണ്ടു, സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നോട്. നല്ല ഇപ്പോ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തപ്പോ തന്നെ നമ്മൾ പ്രൊമോഷൻ താല്പര്യപ്പെട്ട് വന്നു. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വന്നു, അത് എന്താണ് ശരിക്കും സംഭവം എന്ന് വെച്ചാല്, ഒരു പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മലയാളത്തിൽ ഇപ്പൊ സെലിബ്രിറ്റി ഇന്റർവ്യൂ ചെയ്യുന്ന മുൻനിര മീഡിയാസ് ഉണ്ടല്ലോ, ഓൺലൈൻ മീഡിയാസ്. അപ്പൊ അവരുടെ ഒരു ഇന്റർവ്യൂ റീസെന്റ് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് നെക്സ്റ്റ് വീക്കായിട്ട്, നമ്മുടെ ഇതിന്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. അപ്പൊ നമ്മുടെ മെയിൻ അതോറിറ്റിയിൽ നിന്ന് നമ്മൾ അറിഞ്ഞത്, അവര് മെയിൻ ആർട്ടിസ്റ്റ് മാത്രം വന്നാൽ മതി, ബാക്കി ആരും വേണ്ട, ചെറിയ പടം ഇതുകൊണ്ട് ആരും എടുക്കൂല എന്നൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചു, എന്താണ് ഇനി ആരെങ്കിലും നമ്മൾ വിളിച്ചാൽ ഞാൻ അപ്പം പോകുമെന്ന് ചോദിച്ചു. ആ സമയത്താണ് നിങ്ങളുടെ വിളി തന്നെ. അപ്പം ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഞാൻ വരാം. പിന്നെ ഞാൻ വരാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ, ചേട്ടൻ വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ചോദിച്ചായിരുന്നല്ലോ ചേട്ടൻ്റെ അടുത്ത്, ചേട്ടാ നമ്മുടെ ഇതിനകത്ത് നിങ്ങൾ മുൻനിര ആർട്ടിസ്റ്റിന് മാത്രം ഇൻ്റർവ്യൂ ചെയ്യുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇല്ല താങ്കൾക്ക് അഭിനയിച്ച് ക്യാരക്ടർ വേഷം ചെയ്താലും കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മനോരഞ്ജനെ അപ്പം തന്നെ വിളിച്ചു, ചേട്ടാ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ചേട്ടൻ വരുമോ എന്ന് വെച്ച്. പിന്നെ രാജീവൻ വിളിച്ചായിരുന്നു, പക്ഷെ രാജീവിന് പനിയായതുകൊണ്ടൊന്നുമില്ല. പിന്നെ ഇവളാണെങ്കിൽ തന്നെ അതിനകത്ത് നായകൻ്റെ മകളായിട്ട് അഭിനയിച്ച കുട്ടിയാണ്. ഇവരെ കുറിച്ച് ഇവർ അപ്പം തന്നെ ചാടിക്കരി വരാമെന്നും പറഞ്ഞു. അപ്പം നിങ്ങൾ ഈ ചെറിയ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യണോണ്ട് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി. പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ്, അതുകൊണ്ട് ഞാൻ വന്നത്. ഇതിലെ ബാക്കി ഇപ്പൊ കിച്ചുമായാലും ഗായത്രിയൊക്കെ ആയാലും ഒക്കെ, അപ്പൊ അവരുടെ ഒരു സഹകരണം ഷൂട്ടിംഗ് സമയത്ത് അവർ വലിയ സിനിമയുടെ ഭാഗമാവുന്നവരാണ്, നിങ്ങളുടെ ഒരു കൊച്ചു സിനിമയാണ്. അപ്പൊ അവരുടെ ഒരു സഹകരണം പ്രൊമോഷൻ സമയങ്ങളിൽ ഇപ്പൊ പല രീതിയിൽ പല പരാതികളുണ്ട്. ഇപ്പൊ ഈ ഒരു സിനിമയിൽ എങ്ങനെയാണ് അവരുടെ ഒരു സഹകരണമൊക്കെ? ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായി, ഇപ്പൊ ഏകദേശം 1.5 വർഷമാണ്. പക്ഷെ ഇത് കാലമായെങ്കിലും ആർട്ടിസ്റ്റ് അവര് എപ്പോഴും അതിന് കമ്മിറ്റ്മെന്റ്, സിനിമയുള്ള കമ്മിറ്റ്മെന്റ് അവർ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഗായത്രി സുരേഷ് ആണെങ്കിലും കിച്ചു ടെലസ് ഇപ്പോൾ വിജയ് സേതുപതി സാറിൻ്റെ ഒപ്പം ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്, മെയിൻ വേഷം. പിന്നെ അതുപോലെ കിച്ചു ടെലസിന് സിനിമ എടുത്താൽ തന്നെ അറിയാം, വലിയ സിനിമകളുടെ ഭാഗമാണ്. ലിജോ ജോസഫ് പള്ളിശ്ശേരി സാറിൻ്റെ അങ്കമാലി ഡയറീസ്, അജഗജാന്തരം, അങ്ങനെയുള്ള വലിയ കാവലൻ, ഇരുട്ട, അതിനകത്തൊക്കെ നല്ല നല്ല വേഷങ്ങൾ ചെയ്ത ആള് നമ്മുടേതായ സിനിമയിലും വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം വന്നെങ്കിൽ ഇപ്പോഴും ആ ഒരു ആക്റ്റീവായിട്ട് പുള്ളി ഇപ്പോഴും നമ്മുടെ സിനിമ ഇങ്ങനെ വിജയിപ്പിക്കണം, എപ്പോൾ വിളിച്ചാലും വരാൻ വേണ്ടി തയ്യാറായിട്ട്. ഇപ്പോൾ വിനയൻ അടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ടായിട്ട് വിളിച്ചിട്ട് പുള്ളി ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, ഷെഡ്യൂൾഡ് ബാക്കപ്പ് ആയപ്പോഴത്തേക്കും വന്നിട്ടുണ്ട്. നല്ല സഹകരണമാണ്. പിന്നെ ഗായത്രി ആണെങ്കിൽ തന്നെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ആയി, എന്നാലും വിളിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ വിളിച്ചാലും എന്താ ചേട്ടാ എപ്പോഴാട്ടാ വരേണ്ടത്, ഓക്കെ ചേട്ടാ എന്ന് പറഞ്ഞ് ചാടിക്കഴിഞ്ഞു. ഗായത്രിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ ഒരു ഗായത്രിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളത്? ഗായത്രിയുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇപ്പൊ പോസ്റ്റർ ഇറങ്ങിയപ്പോഴത്തേന് ആൾക്കാർക്ക് മനസ്സിലാണ്ടാവും, ഗായത്രിയാണ് ഇതിനകത്ത് ശരിക്കും ഹൊറർ ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ. കഥയിലോട്ട് ഞാൻ കിടക്കണില്ല. ഗായത്രി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചെറിയ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത സിനിമ അപ്പോഴത്തേക്കും വിനയൻ എന്ന് വെച്ചാൽ അത്യാവശ്യം ആർട്ടിസ്റ്റിനെ വെച്ചിട്ടൊരു പടം ചെയ്ത ഒരാളാണ്. അപ്പോൾ വിനയൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമ്മുടെ ചെറുതാണെങ്കിലും നമ്മൾ ചെയ്യണത് സിനിമയാണ്. അപ്പം ഇപ്പം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർ കണ്ടുമുഖം പരിചയമുള്ളൊരു, നമുക്ക് മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റിയൊരു ആർട്ടിസ്റ്റിനെ കിട്ടുമെന്ന് വെച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മുടെ ഹരിവന്നാറുമൂടാണ് പറഞ്ഞത്, എല്ലാം നമ്മളായിട്ട് സഹകരിച്ചിരിക്കുന്ന ഒരു കുട്ടിയുണ്ടാ ഗായത്രി സുരേഷ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഗായത്രി സുരേഷ് ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്കും ചാടിക്കരുത് പറഞ്ഞു, കാരണം നമ്മുടെ സിനിമയ്ക്ക് ഒരു ആർട്ടിസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഓക്കെ ആണുള്ളത്. അങ്ങനെ വിനയനെ വിളിക്കണത്. വിനയം വിളിച്ചപ്പോഴത്തേക്ക് ഗായത്രി അടുത്ത് കഥ പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ
ഗായത്രി ഒന്നും നോക്കാണ്ട് ഒരു ഡിലേ വരുത്താണ്ട് ചേട്ടാ നമുക്കിത് ചെയ്യാം, എപ്പോഴേട്ടാ ഡേറ്റ് എന്നാണ് അവൾ ചോദിച്ചത്. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ഗായത്രി അത്യാവശ്യം പേഴ്സണലി പറയുവാണെങ്കിൽ നിങ്ങൾ ഈ ട്രോളർമാർ ട്രോളി കൊണ്ടുപോയിക്കുന്ന ഗായത്രി അല്ല, പാവം ഉണ്ട് അവരൊക്കെ. നല്ല സഹകരണവും ഭയഭക്തി ബഹുമാനം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കുട്ടീനെയൊക്കെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ലൊക്കേഷനിൽ കാണുന്നത്. ഒരു താരജാട ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അവർക്ക്. ഷൂട്ടിൻ്റെ ഇടയിൽ തന്നെ ആണെങ്കിൽ തന്നെ ഗായത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് സ്റ്റെപ്പിനകത്തൊക്കെ പോയി ഇരിക്കണം. അതല്ല AC മുറിയൊക്കെ ഉണ്ടായിട്ട് പോലും അവിടെയൊന്നും പോയി ഇരിക്കാണ്ട് നമ്മുടെ ഒപ്പം തന്നെ നിന്ന് പോണൊരു പ്രകൃതം എഴുതുന്ന ഗായത്രിയുടെ. കിച്ചു ആണെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കിച്ചു എൻ്റെ ഒരു നല്ല സുഹൃത്താണ്.